അപ്പോൾ ഇവിടെ 2-3 ചന്തേൻ്റെ അകത്തും ഞങ്ങളിവിടെ മീൻ വിൽക്കുന്നവന്മാർ എപ്പോഴും ഞങ്ങൾ മാറിക്കൊടുക്കണം ഈ ചന്തയെന്ന്. ആരാ വിളിച്ചു? ഏതാരാ വിളിച്ചു? ആ വാക്കാര് വിളിച്ചു? 4 മണിക്ക് വരുന്നവരാണ് ഞങ്ങൾ വൈകുന്നേരം 4 മണിക്ക് വരുന്ന ആൾക്കാരാണ്. ഞങ്ങൾ എന്ത് ചെയ്യാൻ? ഞങ്ങൾക്ക് ഒരു ജീവിതം ഇല്ലാതെ വേറെ ചന്തയിൽ പോയി ആളുകൾ ഞങ്ങൾ അടിക്ക്. ഇവർക്ക് ജീവിക്കണം, ജീവിച്ചാൽ മതിയാവും. നെയ്യാറ്റിൻകര TB ജംഗ്ഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. റോഡരികിൽ മത്സ്യവില്പന നടത്തുന്ന മത്സ്യത്തൊഴിലാളി സ്ത്രീകളാണിത്. മാർക്കറ്റിനുള്ളിൽ മത്സ്യം വാങ്ങാൻ ആളുകൾ വരാതായതോടെയാണ് ഇവർ റോഡരികിൽ വിൽപ്പനയ്ക്കിറങ്ങിയത്. മാർക്കറ്റിനുള്ളിലെ കശാപ്പുശാലകളിലെ മാലിന്യം യഥാസമയം നീക്കം ചെയ്യാത്തതും വൃത്തിഹീനമായ അന്തരീക്ഷമായതും കാരണമാണ് ആളുകൾ മാർക്കറ്റിനുള്ളിലേക്ക് മത്സ്യം വാങ്ങാൻ എത്താത്തത് എന്നാണ് ഇവരുടെ ആരോപണം. റോഡിനും മാർക്കറ്റിനും ഇടയ്ക്കുള്ള സ്ഥലത്ത് സൗകര്യമൊരുക്കിയാൽ വിൽപ്പനക്കാർക്കും വാങ്ങാനെത്തുന്നവർക്കും സൗകര്യമായിരിക്കുമെന്നും ഈ ആവശ്യം ഉന്നയിച്ച പലതവണ നെയ്യാറ്റിൻകര MLA K. ആൻസലനെ സമീപിച്ചിരുന്നതായും എന്നാൽ അനുകൂലമായ നിലപാട് ഉണ്ടായില്ലെന്നും ഇവർ പറയുന്നു. നഗരസഭാ അധികൃതർ ഇടയ്ക്കിടെ പരാതിപ്പെടുമ്പോൾ ഇവരെ നീക്കം ചെയ്യാനായി പോലീസ് എത്തും. എന്നാൽ നിസ്സഹായരായ പോലീസിന് ഇക്കാര്യത്തിൽ യാതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. K. ആൻസലൻ MLAയുടെ ഓഫീസിന് മുന്നിലാണ് മത്സ്യത്തൊഴിലാളി സ്ത്രീകളോടുള്ള ഈ അവഗണന. ഇപ്പം 8:45 കഴിഞ്ഞ് ഞങ്ങൾ ചന്തയിലിരുന്നപ്പോൾ ആരും മരണില്ല. അതിനെടുത്തോണ്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ 2-3 ചന്തേൻ്റെ അകത്തും ഞങ്ങളിവിടെ മീൻ വിൽക്കുന്നവന്മാർ എപ്പോഴും ഞങ്ങൾ മാറിക്കൊടുക്കണം ഈ ചന്തയെന്ന്. അവരെ സ്ഥലമെന്ന് അവരെ വകയെന്ന് എപ്പോഴും ഞങ്ങൾ മാറിക്കൊടുക്കണമെന്ന് ഞങ്ങൾ അവരോടെ പോയി ചോദിക്കാൻ. അതുകൊണ്ട് ഞങ്ങളിവിടെ വന്നതുകൊണ്ട് അവനോട് ഫോൺ ചെയ്തതാണ് മുനിസിപ്പാലിറ്റിയിൽ. പാവങ്ങൾ ജീവിക്കണല്ലേ? ഈ എല്ലാ റോട്ടിലും മീൻ വിൽക്കുമ്പോൾ ആരും ഇവിടെ വരും ചന്തയിനകത്ത് ഒരാളും വേണ്ടില്ല. ആരാ വിളിച്ചു? ഏതാരാ വിളിച്ചു? ആ വാക്കാര് വിളിച്ചു? എല്ലാരും റോട്ടിൽ നിന്ന് മീൻ വാങ്ങിക്കണം. എല്ലാരും റോട്ടിൽ മീൻ വാങ്ങിക്കുമ്പോ ഇവിടെ ആരെങ്കിലും അകത്ത് വരുമ്പോ ഉള്ളില് 2 പേരാണ് ഒരു വീട്ടില് കാത്തു തേച്ചത്. ഞാനാണ് കത്താനികള് അമ്മാരെ ചീത്തവള് കാട്ടിപ്പോഴും ചന്തയിൽ ആരും വരുന്നില്ല. ഈ മാർക്കറ്റിൽ ഞങ്ങൾ 8:30-ക്ക് 9-ന് റോട്ടിക്കാതെ ഞങ്ങളെ പിടിക്കും. പരീക്ഷ വിളിക്കാതെല്ലാം ആവശ്യമുണ്ട്. ഞങ്ങൾ എന്തൊരു ഈ മീനെ കണ്ടത് ഇതിന് നാളെ ഈ പൈസ വയ്ക്കാം. നാളെ പകുതി പൈസ വയ്ക്കില്ല, ആരും വാങ്ങിക്കാനുമില്ല. 4 മണിക്ക് വരുന്നവരാണ് ഞങ്ങൾ വൈകുന്നേരം 4 മണിക്ക് വരുന്ന ആൾക്കാരാണ്. ഞങ്ങൾ എന്ത് ചെയ്യാൻ? ഞങ്ങൾക്ക് ഒരു ജീവിതം ഇല്ലാതെ വേറെ ചന്തയിൽ പോയി ആളുകൾ ഞങ്ങൾ അടിക്ക്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാർ ഇടപെട്ട് ഈ പാവപ്പെട്ട ആളുകൾ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം. ഇവർക്ക് ജീവിക്കണം, ജീവിച്ചാൽ മതിയാവും. ഒറ്റയ്ക്കല്ല, ഒരു ആഹാരത്തിന് വേണ്ടി അലയുന്ന കഷ്ടപ്പെടുന്ന മാന്യമായി ജീവിക്കുവാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അവർ. ഇത് മുനിസിപ്പാലിറ്റിക്കാർ ഞങ്ങൾക്ക് എന്തിനു തന്നു? ഇതെന്തിനു വേണ്ടി തന്നു? ഇത് മുനിസിപ്പാലിറ്റിക്കാർ എന്തിനു തന്നു? തെരുവ് കച്ചവടം എന്ന് എഴുതിയിരിക്കണ നിങ്ങൾ പറയൂ സാറേ. ഇത്ര ഇട്ടിട്ട് ഞങ്ങളെ കച്ചവടം ചെയ്യാൻ അവർ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ണ്ടോ മുനിസിപ്പാലിറ്റി തന്നതാണ്. ഈ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇവിടെ ഈ താഴെ സാറ ഇതാ വന്ന് നോക്കും. സ്ഥലമെല്ലാം ചുമ്മാലി കിടക്കുന്നു. 1 മീറ്റർ ഞങ്ങൾക്ക് ഇത്രയും നീളത്തിൽ കെട്ടിവിട്ടിയെന്ന് മണ്ണ് കെട്ടി ഇന്റർലോക്ക് ഇട്ട ഞങ്ങളിവിടെ സുഖമായിട്ടിരുന്ന് ബസ്സോ കാറോ ഒന്നും നോക്കണ്ടല്ല. ഇത്രയും ഞങ്ങൾ ചെയ്ത് മുനിസിപ്പാലിറ്റിയിൽ പോയി MLAയുടെ അടുത്ത് പറഞ്ഞ് മുനിസിപ്പാലിറ്റിയിൽ പോയിട്ട് അവർ പറയണ തീരുമാനിക്കാം. ഇതുവരെ ഒരു തീരുമാനം ആയില്ല. അല്ലേ MLA ഇപ്പൊ ഇവിടെ ഇരിക്കല്ലേ? വന്നാ അയാള് വന്നാ MLAയുടെ മുറി ഇവിടെ അല്ലേ? പറയാത്തത് എപ്പോഴേ പറയണ്, എത്ര പ്രാവശ്യം പറയണ്. ഞങ്ങളുടെ വേദനയെല്ലാം അയാൾ കണ്ടിട്ടല്ലേ പോണത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കച്ചവടം ചെയ്യാൻ നിവർത്തിയില്ല? സമ്മതിക്കുന്നില്ല. അപ്പൊ ഞങ്ങളുടെ കാശ് വാങ്ങിക്കണം അവര്. ഞങ്ങളുടെ കാശ് വാങ്ങിക്കണം. ഒരു പാത്രത്തിന് 150 രൂപ. ഞാൻ ഒരു ദിവസം ഒരു പാത്രത്തിനല്ല. ഞാൻ ഇപ്പൊ 2 പാത്രം കൊണ്ടുവന്നാ 300 രൂപ, 3 പാത്രം കൊണ്ടുവന്നാ 450 രൂപ. ഈ 450 രൂപ വാങ്ങിയിട്ട് നിങ്ങൾ ഇവിടെ കച്ചവടം ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? വീട്ടിൽ കയറുന്ന രോഗികളെ നോക്കണോ? ഈ ജോലിയുടെ പൈസ ഇവർക്ക് കൊടുക്കണോ?
ഞങ്ങൾ പല രോഗികളാണ്. എനിക്ക് 458 ഷുഗർ. ഒരു പാത്രം മത്സ്യം വിൽക്കാൻ 150 രൂപ കരാറുകാരന് കൊടുക്കണമെന്നിരിക്കെയാണ് ഈ പാവം മത്സ്യത്തൊഴിലാളി സ്ത്രീകളോടുള്ള അവഗണന. നവകേരള സർക്കിട്ടിനെ എതിരേൽക്കാനുള്ള ഒരുക്കങ്ങൾക്കിടയിൽ MLA ഇക്കാര്യത്തിൽ അനുകൂല നിലപാടെടുക്കുന്നത് ഈ മത്സ്യത്തൊഴിലാളി സ്ത്രീകൾക്ക് വലിയൊരു സഹായമാകും. ദൈവമേ, അമരോഷത. എന്റെ കടം, കടലിന്റെ മക്കള്